ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക്. ബ്ലസം ബ്രദറെ, നമ്മുടെ 2024 ഈ ഹോളി വീക്കിലെ ഖത്തർ പ്രയർ വലിയൊരു അനുഗ്രഹമായി തീർന്നു. ഇന്ന് നമ്മൾ സൗദി നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഹാൻസൺ ബ്രദറിൻ്റെ ഹോട്ടലിലേക്ക് നമ്മൾ പോവുകയാണ്. ഹാൻസൺ ബ്രദറിനെ ഒന്ന് കാണാം. ഞാൻ ഈ യാത്രയിൽ ബ്രദറിനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമുക്ക് ഈ ഹോളി വീക്ക് എന്ന് ആദ്യമായിട്ട് വിളിച്ചതാരാ? അങ്ങനെ അപ്പോസ്തലന്മാർ അങ്ങനെ ഇതിനെ കണ്ടിരുന്നു. എന്താണ് ബ്രദറിൻ്റെ അഭിപ്രായം? ബ്രദറെ, അപ്പോസ്തലന്മാർ ഒരിക്കലും ഹോളി വീക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഈ നമ്മൾ പത്രോസിൻ്റെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ പത്രോസ് തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തു പഠിപ്പിച്ചത് ബി ഹോളി ബിക്കോസ് ഐ ആം ഹോളി. അപ്പം അങ്ങനെ ഹോളിനെസ് ആയിട്ട് പർട്ടിക്കുലർ ആയിട്ട് ഒരു പീരിയഡ് ഇല്ല. അത് അപ്പോൾ ഇത് ഹോളി വീക്ക് അല്ലേ അന്നേരം? അപ്പോൾ ഹോളി വീക്കിന് അങ്ങനെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ അല്ലെ ബൈബിളിനകത്ത് നമ്മൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ എഴുതിയിട്ടില്ല ഹോളി വീക്ക് എന്ന്. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട് ഹോളി വീക്ക് എന്ന് വിളിച്ചത് 3-ാം നൂറ്റാണ്ടിലാണ്. 3-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ബൈബിൾ ക്രോഡീകരിച്ച അത്യാന്യത്യോസ് പിതാവില്ലേ, അദ്ദേഹമാണ് ഈ പിന്നെ പാം സൺഡേ മുതൽ, അതായത് ഓശാന ഞായറാഴ്ച മുതൽ പിന്നെ ഉയർപ്പ് വരെയുള്ള ആ ദിവസങ്ങളെ നമ്മൾ പരിശുദ്ധമായ ദിവസങ്ങളായിട്ട് കാണണം എന്ന് പറഞ്ഞത്. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. തെറ്റൊന്നുമില്ല. ആ ദിവസത്തെ നമ്മൾ പരിശുദ്ധമായിട്ട് നമ്മളത് നമ്മളെയും പരിശുദ്ധരാക്കുക എന്ന് പറയുന്ന ഒരു ഇതാണത്. രണ്ടാമത്തത് നമുക്ക് ഞാൻ ചോദിക്കുന്ന രണ്ടാമത്തത്, യേശു ഇന്ന് നമുക്കറിയാം പാം സൺഡേ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഓശാന ഞായറാഴ്ച കഴിഞ്ഞുള്ള ഈ തിങ്കളാഴ്ച യേശു എവിടെയായിരിക്കും എന്നുള്ളത് ബ്രദറിന് അറിയാമോ? ബ്രദർ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഹോളി എന്ന് പറയുന്നത് ദൈവമാണ്, നമ്മുടെ ശരീരമാണ്. പക്ഷേ നമ്മുടെ ശരീരത്തെ ദൈവം ചെയ്ത ഈ ഒരു വീക്ക് മൊത്തം നമ്മൾ വിശുദ്ധമായിട്ട് അനുസ്മരണത്തോടു കൂടി നമ്മളതിനെ കൊണ്ടാടുകയാണ്. നമ്മളെപ്പോഴും വിശുദ്ധരായിരിക്കണം, അതും സത്യമാണ്. പക്ഷേ ഇന്നത്തെ ഈ ദിവസം യേശു എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ചിന്തിക്കാനൊക്കെ ഇങ്ങനെയാണ്. യേശു ക്രിസ്തുവിനെ അറിയാം. യേശു ക്രിസ്തുവിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയെന്ന് നമുക്ക് വചനത്തിൽ മനസ്സിലാവുന്നുണ്ട്. യേശുവിനെ അറിയാം. അപ്പം ശിഷ്യന്മാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സമയം, പൂർണ്ണമായി സംസാരിക്കുന്ന ഒരു സമയമാണ് യേശു ക്രിസ്തു. പക്ഷെ ശിഷ്യന്മാരത് അറിയുന്നില്ലെന്നുള്ളൂ. അതെ. ഇന്ന് പിന്നെ യേശു ക്രിസ്തു ഈ ആഴ്ചകൾ മൊത്തം താമസിച്ചിരുന്നത് ബഥാനിയയിലാണ്. ബഥാനിയ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നമ്മുടെ ഈ ജെറുസലേം പള്ളിയില്ലേ, അവിടെ നിന്നൊരു 5 കിലോമീറ്റർ പിന്നെ വടക്കോട്ട് പോകുന്നിടമാണ് ബഥാനിയ എന്ന് പറയുന്നത്. വടക്ക് പടിഞ്ഞാറാണ് ബഥാനിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 5 കിലോമീറ്റർ എല്ലാ ദിവസവും യേശു ക്രിസ്തു നടക്കും. 5 കിലോമീറ്റർ നടക്കുന്നത് എല്ലാ ദിവസവും. അപ്പോൾ ഈ ദിവസം യേശു ക്രിസ്തു നടന്നപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിൽ മത്തായിയുടെ സുവിശേഷം വെച്ച് നോക്കുവാണെങ്കിൽ ചിലവർ പറയുന്നത് ഈ തിങ്കളാഴ്ച ദിവസമാണ് യേശു ക്രിസ്തു പള്ളി വന്നിട്ട് ഈ കച്ചവടക്കാരെയൊക്കെ അടിച്ചോട്ടിച്ച് വൃത്തിയാക്കുന്നതായിട്ട്. പക്ഷേ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ അത് ഓശാന ഞായറാഴ്ച തന്നെ യേശു ക്രിസ്തു ഈ പള്ളി വൃത്തിയാക്കി എന്നാണ് പറയുന്നത്. പള്ളിയുടെ മേലുള്ള തീക്ഷ്ണത പിന്നെ ഭയങ്കരമായിട്ട് കടന്നു പിടിച്ചു യേശു ക്രിസ്തു. അപ്പം അത് തീക്ഷ്ണതയിൽ ജ്വലിച്ചതാണ്. ഇപ്പം ഞാൻ ബ്രദറിനോട് പറയുന്നത്, ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ മത്തായി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് പരിസയന്മാരായിട്ട് തർക്കിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഡിബറ്റ് ചെയ്ത ദിവസമാണ് ആക്ച്വലി യേശു ക്രിസ്തു. ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് ഡിബറ്റ് ചെയ്ത ദിവസമാണ്. അതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനെ പ്രതി സംസാരിക്കും. ഇപ്പോൾ ബ്രദർ തുടക്കത്തിൽ തന്നെ ഹോളി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ബ്രദർ സംസാരിച്ചില്ലേ? അന്ന് പറയുന്നത് പോലെ തന്നെ ഡിബറ്റ് ചെയ്യുന്ന ദിവസമാണെന്ന്, ദൈവരാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ദിവസമാണ്. യേശു ക്രിസ്തു ഫുൾ ഇന്ന് അതാണ് ചെയ്തത്. പള്ളിയിൽ നിന്ന് അനേകം പേരെ പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തു ഇന്നത്തെ ദിവസം ചെയ്തത്. അതുപോലെ തന്നെ ബ്രദറെ, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ദൈവം സംസാരിച്ച ഭാഷ ഏതായിരിക്കും? ആദ്യമായി ലോകത്തിൽ സംസാരിച്ചു ആ ഭാഷ ദൈവത്തിൻ്റെ, അത് അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയാണോ, അരമായ ഭാഷയാണോ, അതോ ഗ്രീക്ക് ഭാഷയാണോ? ഏത് ഭാഷയായിരിക്കും? അറിയത്തില്ലെന്ന് പറയാം.
അതൊരു പഴയ നിയമത്തിന്റെ തൊട്ട് തന്നെ ചോദിക്കുന്നത്. ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ യേശു പറഞ്ഞ ഭൂമി വെളിച്ചമുണ്ടാകട്ടെ, അപ്പൊ അതൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അത് ഏത് ഭാഷയിലായിരിക്കും പറഞ്ഞത്? സത്യത്തിൽ ചോദിച്ചാൽ എനിക്കറിയാം. കേട്ടാ, അത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പറയുന്നത് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത് അനുസരിച്ച് അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർ ഭാഷണാവരത്തിൽ സംസാരിച്ചെന്ന് അറിയാലോ. അപ്പൊ അങ്ങനത്തിൽ സംസാരിക്കുകയും അവരെന്ത് ചെയ്തു? അവര് സ്വർഗീയ ഭാഷയാണ് സംസാരിച്ചത്. പക്ഷെ കേട്ടോണ്ടിരുന്നവർക്കെല്ലാം അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. അപ്പോൾ ഈ ദൈവത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് സ്വർഗീയ ഭാഷയാണ്, അത് ഭൂമിയിലുള്ള ഒരു ഭാഷയല്ല. പക്ഷെ ദൈവ സ്വർഗീയ ഭാഷ സംസാരിക്കുമ്പോൾ ഭൂമിയിലുള്ള ഏവർക്കും അത് മനസ്സിലാവുകയാണ്, അവരവരുടെ ഭാഷയെ മനസ്സിലാവും. അപ്പൊ ദൈവം വന്നിട്ട് തമിഴിനോട് സ്വർഗീയ ഭാഷ സംസാരിച്ചാൽ അവന് തമിഴ് മനസ്സിലാവും. അത് കണ്ട ആദിമസഭയെ സംഭവിച്ചല്ലോ, മനസ്സിലായില്ലേ? ആദിമസഭ സംഭവിച്ചു. ഇപ്പൊ നമുക്ക് മലയാളത്തിൽ വന്ന് ദൈവം സംസാരിച്ചാൽ മതി. അപ്പം നമുക്ക് മലയാളത്തിൽ കേൾക്കും. മലയാളത്തിൽ സംസാരിക്കണമെന്നില്ല, സ്വർഗീയ ഭാഷയിൽ സംസാരിച്ചാൽ മതി, അത് നമുക്ക് കേൾക്കും. അതാണ് ചെയ്തത്. സെഗിയോൻ ഉട്ടിശാല ചെയ്തതാണ്. സ്വർഗത്തിന്റെ കറക്റ്റ് ഭാഷ ഇറങ്ങി വന്നവർ സ്വർഗീയ ഭാഷയിൽ സംസാരിച്ചപ്പോൾ ആ താഴെ നിന്ന് അത്രയും ജനത്തിനും അവരുടെ ഭാഷയിൽ കേട്ടു. കറക്റ്റാ. അതുകൊണ്ട് അല്ലാതെ ഹീബ്രു അല്ല, ഗ്രീക്കും അല്ല, അറമായ അല്ല. അതെല്ലാം മനുഷ്യൻ ആദ്യമേ ശബ്ദത്തിൽ സംസാരിച്ച് പിന്നെ അത് വാക്കുകളുണ്ടാക്കി, പിന്നീട് അത് ശരീര ഭാഷകൾ വെച്ചുകൊണ്ട് അതിനർത്ഥങ്ങളുണ്ടാക്കി, അങ്ങനെ ശരീരാത്മകമായും ചലനാത്മകമായും കണ്ടുപിടിച്ചതാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും. നമ്മൾ ചലനം, പോകുക, വരിക. ശരീരഭാഷ എന്ന് പറഞ്ഞാൽ കൈ, കണ്ണ്, നിന്നെ ഞാൻ നോക്കി, നിന്നോട് ഞാൻ പറയുന്നു, ഇതൊക്കെ ശരീരാത്മകമായ ഭാഷയാണ്, അല്ലേ? ഇതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ദൈവം നമുക്ക് ഹോളി മൺഡേ ആണ്. ഈ ഹോളി മൺഡേയിൽ എല്ലാവരും വചനം ധ്യാനിക്കുവാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.